നീ ഒരു കാര്യം ചെയ്യാം, കേശവനെ വിളിച്ചിട്ടോ. അവനൊന്നും വിളിക്കണ്ട. താൻ മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം. നാനും പേசுறேன், നീ വരുത്തപ്പെടാതെ. എന്റെ പൊന്നേച്ചി ഓവറാക്കല്ലേ. കൊണ്ട് നിർത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ പോരി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്തരാണ് എല്ലാരും അടുക്കളയില്? എന്നെ എന്തിനാണ് കൊണ്ട് വിളിപ്പിച്ചത്? നിന്റെ മുഖം ഒന്ന് കാണാൻ. കണ്ടാ கேசு, நீ எதுக்கு இப்படி எல்லாம் பண்ற? அவ பாவம் தானே, அழறது பாரு. അതിലിപ്പോ എന്തിനാ ചോദ്യം? ഒരു സംശയമില്ല, അവള് പാവം തന്നെ. മുരളിയും പാവമാണ്, നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, അത്യാവശ്യം നല്ല കുടുംബമാണ്, നല്ല സൗന്ദര്യവും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി തന്നെ നമുക്ക് തീർത്ത് പറയാം. പക്ഷെ ഞാൻ ഒന്നുമല്ല. സ്വഭാവം കൊണ്ടാണെങ്കിലും കഴിവുകൊണ്ടാണെങ്കിലും മൊത്തത്തിൽ കുടുംബം കൊണ്ടാണെങ്കിൽ പോലും ഒരു ഓർഡിനറി, വേറൊരു ഒരു ഓർഡിനറി. അച്ഛൻ പറയാൻ പോലെ പണമില്ലാത്തതിന്റെ സ്നേഹം പട്ടിക്ക് പോലും വേണ്ട. ചേട്ടാ, എന്തരടി? ചേട്ടന് നമ്മുടെ ഹീറോ അല്ലേ? ചേട്ടന് നമ്മുടെ ഹീറോ? ഹീറോ പോലും ഹീറോ? ആർക്ക് ഹീറോ? എടീ, ഞാൻ ഇങ്ങനെ ഹീറോ ആവാൻ വേണ്ടിയിട്ട് ഓരോന്ന് വളവളന്ന് സംസാരിക്കണമെന്നേ ഉള്ളൂ. ഒരു കാര്യമില്ല. വീട്ടിൽ മാത്രം ഹീറോ, നാട്ടിലിറങ്ങി. കേശു, എടാ നീ പറഞ്ഞ എല്ലാം ശരിയാണ്. നീ ആരുമല്ല, ഒന്നുമല്ല, അതൊക്കെ 100% കറക്റ്റ് ആണ്. ഇവിടെ പിള്ളേർ വരെ പറയൂലേ നീ ഒരു മരവാഴയാണെന്ന്. എടാ എല്ലാം ഓക്കെ ആണ്. പക്ഷെ നീ ഒരു കള്ളനാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ കൊച്ച് നിന്നെ പ്രേമിച്ചില്ലേ? അതതിന്റെ ജീവനും കൊണ്ട് ആദ്യം ഓടിയല്ലേ? ഇന്ന് നീയാണ് പുറകെ നടന്ന് പട്ടി മോങ്ങണോലെ മോങ്ങി ഈ കൊച്ചിനെ വീഴ്ത്തിയെടുത്തത് അല്ലേ? നിന്റെ വളവളമുള്ള സംസാരവും എല്ലാം കണ്ട കൊച്ച് വീണ് പോയി. ഇതിപ്പോ ഇവിടെ എല്ലാരും പറയുമ്പോഴും ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പൊ അതെനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്ത്? കേശവനെ കള്ളനാണോ? അല്ല ഏട്ടാ, എല്ലാരും പറയുന്നവനെന്ന് പറഞ്ഞതാ. എടാ, ഈ ഭൂരിഭാഗം പയ്യന്മാരും ഒരു പെങ്കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തും അങ്ങ് ചെയ്യും. കരഞ്ഞ് കാല് പിടിക്കും, പുറകെ നടക്കും, അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കും, മഴ നനയും, വെയിൽ കൊള്ളും, അങ്ങനെ എന്ത് വേണോ ചെയ്യും. പക്ഷെ അവരിവരെ വലയത്തിൽ വീണ് കഴിഞ്ഞെന്ന് ഉറപ്പായ നൈസിന് പ്ലേറ്റ് അങ്ങ് മാറ്റും. കാരണം വീണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് അവരെ റിയൽ ക്യാരക്ടർ അങ്ങ് കാണിച്ചു കൊടുക്കും. അവർക്കറിയാം ഇനി അവര് പോവില്ലെന്ന്. கௌரி, நீ சொன்னது 100% கரெக்ட் கௌரி. நானும் நிறைய லைஃப பார்த்திருக்கேன், அதனால சொல்றேன். கேசு, நீ இப்படி பண்ணுவேன்னு நான் நம்பவே இல்லை. நான் நினைச்சேன் உங்களோட பாசம் ரொம்ப புனிதமானதுன்னு. ഇനി ഇപ്പടിയെല്ലാം നീ പണിനാ അവ എപ്പടി പഠിപ്പാടാ? ഇതാണ് പ്രശ്നം. ഞാൻ പറയണതിന്റെ പൊരുൾ നിങ്ങൾ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കണ പോലും ഇല്ല. ഞാൻ പറയണ എന്തെന്ന് വെച്ചാല്, മെർലിനെ നീ പഠിക്കണം. നിന്റെ പഠിത്തത്തിന് ഞാൻ പറഞ്ഞൊരു തടസ്സമായി നിക്കണില്ല. അല്ല ഞാൻ പറയാനുള്ളൂ. അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്? കേശു, എന്റെ ക്ഷമ നീ പരീക്ഷിക്കല്ലേ. ക്ഷമ? എടാ പറഞ്ഞ ശരിയാക്കാം നമുക്ക്, വിഷമിക്കാതെ. ஆமா மெர்லின், இப்படியெல்லாம் பண்ணாத, கஷ்டமா இருக்கு. ഹലോ. മെർലിൻ പറയൂ. എന്താണ്? ഓ, വിളിച്ചിരുന്നോ? ഇല്ല ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എന്താ വിളിക്കാതിരുന്നില്ല? മെർലിൻ, ഞാൻ പയ്യെ തൻ്റെ കോളുകളൊക്കെ ഒഴിവാക്കാൻ നോക്കുകയാണ്. നമ്മൾ കോൾ ചെയ്യുന്നവരും അടുത്തുകൊണ്ടേയിരിക്കും. എടോ, താൻ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്, എന്നാലേ താൻ രക്ഷപ്പെടും. അറിയാം, ആദ്യം കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കാര്യമാക്കാൻ പാടില്ല. തന്നെ നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണെന്നും എനിക്കറിയാം. പക്ഷെ മെർലിൻ, എന്താണ് തൻ്റെ കണ്ണീരോ? തൻ്റെ കണ്ണീര് തൻ്റെ കണ്ണീർ ഞാനിപ്പോൾ കണ്ട ഭാവിയിൽ തന്നൊരു കണ്ണീർ ടാങ്കായി മാറും. മെർലിൻ,
മെർലിൻ ഞാൻ പിന്നെ വിളിക്കാവേ. ഞാൻ വിളിക്കാം. ഉണ്ട് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. എടി ഒരുത്തം ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ വാല തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആയിട്ട് നീ നടക്കണ്. ഞാനും നോയിക്കൊണ്ടിരിക്കുകയാണ്. എടി ഒരു മനുഷ്യന് ആദ്യം വീട്ടിൽ കൊടുക്കേണ്ടത് സ്വകാര്യതയാണ്. സ്വകാര്യത. എന്തിനാ ഏട്ടാ വലിയ വാക്കുകളൊക്കെ പറയുന്നത്? ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.